ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. മറ്റൊന്നുമല്ല ഗൈസ്, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ കുറേ വർഷത്തേക്ക് ശേഷം ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ഞാൻ ഇനി കഴിഞ്ഞ 30 ദിവസം കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്തതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്ന് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് ആരോടെന്നറിയാമോ? നമ്മളോട് തന്നെയാണ്. ഇപ്പം എൻ്റെ മൈൻഡ് പറയും, എൻ്റെ മനസ്സ് പറയും, അങ്ങനെയൊക്കെ ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം, വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവുള്ളൂ, റീച്ച് കഴിഞ്ഞാൽ വന്നാലേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ, സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മോണിറ്റൈസ് ആവുള്ളൂ, എന്നാലേ വല്ലതൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കാം. ബട്ട് നമ്മുടെ ഈ മൈൻഡ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ബ്രെയിൻ അതിന് സമ്മതിക്കില്ല, ഗൈസ് സമ്മതിക്കില്ല. അതായത് ഈ ബ്രെയിനിൽ നമുക്ക് എപ്പോഴും ഇപ്പം ഞാനിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്നെ കൊണ്ട് അതിനൊക്കെ പറ്റുമോ, എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വയ്യോ, എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ വയ്യ, അങ്ങനെ എപ്പോഴും നമ്മളൊരു തളർച്ചയായിട്ട് നമ്മളൊന്ന് ക്ഷീണിപ്പിച്ച് നമ്മൾ തന്നെ നമ്മളെ ഇങ്ങനെ ബാക്ക്വേർഡായിട്ട് അടിച്ചിരുത്തും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം, ഈ മടി എന്ന് പറയുന്ന സംഭവം നമ്മളൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളത് ചെയ്യുമെന്ന് ഉറപ്പിച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൺസിസ്റ്റൻസി ഒക്കെ താനെ വന്നോളൂ. നമ്മളിപ്പോൾ ഒരു ദിവസം നമുക്ക് മടിയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യാൻ നമ്മൾ മടിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ കുളിക്കാൻ മടിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ മടിക്കാറുണ്ടോ? ചിലവർക്ക് ഫുഡ് കഴിക്കാനും മടിയാണ്, ചില സമയങ്ങളിൽ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ, പക്ഷേ എന്നും നമ്മളത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂട്ട് തന്നെ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് മാത്രമാണ് പറയുന്നത്, കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളൊരു വലിയൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ബോറടി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് താല്പര്യം ഇല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. അങ്ങനെയുള്ളവർക്കായിട്ടല്ല ഈ വീഡിയോ. ക്രിയേറ്റേഴ്സ് ഇതായത് ഒരു യൂട്യൂബ് ജേണി അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ എടുത്ത് ചെയ്ത് അത് ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടും റീച്ചൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മാസം ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം എനിക്കുണ്ടായിരുന്ന റീച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. അതായത് കുറേ വ്യൂവേഴ്സിനെ എനിക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റി. അത് നോൺ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ പിന്നെയും വന്ന് ചാനലിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് യൂസ്ഫുൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മുഖേന നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക. എന്താണ് നമുക്ക് രാവിലെ ഒന്നും ചെയ്യുക എന്നൊരു വലിയൊരു കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെ മതിയല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്, അതൊക്കെ എന്ത് കാര്യങ്ങൾ നടന്നാലും നടക്കാൻ പോകുന്നതിലൊക്കെ കഥാപാത്രങ്ങൾ ആരാണ്? നമ്മൾ തന്നെയാണ് റിയൽ ഹീറോസ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്കൊരു സംഭവം ഇല്ല, ഒരു കണ്ടന്റ് ഇല്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരും അതിൻ്റേതായിട്ടുള്ള കണ്ടന്റ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഒരു ചെറിയ വിഷയം തന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരാളെടുത്ത് അത് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ അതായത് ഇതിലൊരു വേരിയൻ്റ് ആയിട്ടുള്ള ഒരു കീ തന്നെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു വീഡിയോ എന്നും നമ്മൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി തന്നെ ഒന്ന് മെച്ചപ്പെടും. നമുക്കൊരു മടി, അപ്പോൾ നമ്മളിങ്ങനെ മടിച്ച് ചെയ്യും, നമുക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട് ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.